തലപതി വിജയ് ഇസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എ വെങ്കട് പ്രഭു ഹീറോ. സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. അല്ലാതെ ദി ഗോട്ട് എന്നോ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അങ്ങനെ ഒന്നും അല്ല. തലപതി വിജയ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. പുള്ളീന്റെ ഒരു എന്താ പറയാ സിനിമയിൽ മാറി നിൽക്കുന്നതിന് മുമ്പായിട്ട് പുള്ളിക്കൊരു സെന്റ് ഓഫ് പോലെ വെങ്കട് പ്രഭുവിന്റെ മൈൻഡിലുള്ള വിജയ് എങ്ങനെയായിരുന്നു പുള്ളീന്റെ മനസ്സിലെ ഒരു ഹീറോ ആയിരിക്കാം വിജയ്. ആ ഒരു വിജയിനെ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റെഫറൻസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം റെഫറൻസുകൾ. ഇതൊണ്ട് ഇതൊണ്ട് എല്ലാം ഉണ്ട്. ബുക്കിനായിട്ട് എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഈ പടത്തിൽ തോന്നിയ കാര്യം വിജയ് പതിപോലെ തന്നെ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില ഭാഗങ്ങളുണ്ട്, അത് പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ട് തന്നെ പറയണം ഗൈസ്. ടോട്ടലി നോക്കുമ്പോൾ വയറ് നിറഞ്ഞു, എന്നാൽ അങ്ങനെ ടേസ്റ്റ് ആയില്ല എന്ന് പറയണ പോലെ ആയിപ്പോയി. 3 മണിക്കൂർ പടവിടെ എന്ത് കാര്യത്തിലാണ് ഇവര് ഇത്രത്തോളം ഒരു റബ്ബർ ബാൻഡ് വലി നടത്തിയത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമാണ്. എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ബോറടിച്ചോ എന്ന് ചോദിച്ചാൽ ബോറടിച്ചില്ല. എന്നാൽ ക്ലീശ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ലീശ ആയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നല്ല കിടില റെഫറൻസും നല്ല ട്വിസ്റ്റും ഉണ്ട് 2-3 അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗങ്ങളുമുണ്ട്. എന്നാൽ ഭൂരിപക്ഷവും കുറെ പ്രഡിക്റ്റബിലിറ്റി സംഭവങ്ങൾ നമുക്ക് വാരി വിതറി തന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം BP വെങ്കട് പ്രഭു. തുടക്കം തന്നെ കാണിക്കുന്നത് ഇവര് ഇതാണ്, അതായത് സാറ്റ്സ സ്പെഷ്യൽ ആന്റി ടെററിസം സ്ക്വാഡ്, അവരുടെ ഒരു ഗ്രൂപ്പ്, നമ്മുടെ വിജയ് അണ്ണനും പ്രഭുദേവ, അജ്മല്, പിന്നെ നമ്മുടെ ഇങ്ങനെ ഉണ്ടല്ലോ പ്രശാന്ത് തുടങ്ങിയവരുള്ള ജയറാമൊക്കെ ആയിട്ടുള്ള ഒരു ടീം. അവരവരുടെ കാലത്ത് ഈ എന്താ പറയാ ഫാമിലീസിനെ ആരെ അറിയിക്കാതെ അവര് ഇതിലായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, പല ഓപ്പറേഷൻസ് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് ഇത് റിഫ്ലക്ട് ചെയ്യുന്നു, കുടുംബത്തിലോട്ട് ഇഷ്യൂ ഉണ്ടാവുന്നു. അങ്ങനെ നമ്മുടെ വിജയണ്ണ മാറി നിൽക്കുകയാണ് കുറെ നാളത്തേക്ക്. പിന്നെയും മകൻ വരുന്നു, മകന്റെ കുറെ കാര്യങ്ങൾ. DAG ഞാൻ വിചാരിച്ച അത്ര അലമ്പായില്ല, സത്യസന്ധമായിട്ട് പറയണമല്ലോ, വിചാരിച്ച അത്ര ഒട്ടും അലമ്പായില്ല. ഞാൻ ട്രെയിലർ കണ്ടപ്പോഴോ പോസ്റ്റർ കണ്ടപ്പോഴോ എന്താണെന്ന് തോന്നിയ സാധനമൊക്കെ കുറെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെ തോന്നി. പ്രത്യേകിച്ച് വിജയ് നല്ലവണ്ണം ആ ഒരു ക്യാരക്ടർ, ആ മകൻ ക്യാരക്ടർ നല്ലവണ്ണം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, വ്യക്തിപരമായ ഒരു അഭിപ്രായം അതാണ്. പക്ഷെ ഇളയ തലപതിയെ കാണിച്ചിട്ടുണ്ട്. പെറ്റ തള്ള സൈക്കിളെ അത് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണു ഒരുമാതിരി കണ്ണു പോലെ വെട്ടി, മുഖം ഒരുമാതിരി അവിടെ എഴുതി വെച്ച കണക്കായിരുന്നു. നമ്മുടെ ഇന്ത്യൻ 2-ല് നെടുമുടി വേണുവിനെ കാണിച്ച അവസ്ഥയായിരുന്നു ഈ പടത്തിന് ഇങ്ങനെ കാണിച്ചപ്പോഴുണ്ടായത്. എടാ അത് എന്തോന്നടേ ഇത് ഭയങ്കര. നമുക്ക് കുറച്ചു നേരം അത് ഒരു 2-3 സീൻസ് ഉണ്ടാക്കാൻ, അതിൽ ഒരു സീൻ കാണുമ്പോൾ എൻ്റെ പൊന്നളിയ മതിയായി. പിന്നെ കുറെ ക്യാമിയോസും കുറെ എന്താ പറയാ സ്പോയിലർ കണ്ടന്റ്സ് വരാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആരും സ്പോയിൽ ചെയ്യരുത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാമിയോസിന്റെ രീതിയിലാണെങ്കിലും അല്ലാതെ വേറെ രീതിയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ നല്ല അടിപൊളിയായിരുന്നു, ചിലതൊക്കെ വേണമായിരുന്നു, ചുമ്മാ ലെങ്ത് കൂട്ടാനല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ പടത്തിന്റെ മ്യൂസിക്കാണ്. ഭയങ്കര ലാക്ക് ഓഫ് മ്യൂസിക് ഉണ്ടായിരുന്നു. അനിരുദ്ധിന്റെ കൈ കൊടുത്തിരുന്നെങ്കിൽ പുള്ളി പഴയ പടങ്ങളുടെയെങ്കിലും പകർപ്പെടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് ലൗഡാക്കി തന്നേനെ. പക്ഷെ യു1നെ കൊണ്ട് സാധിച്ചില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ ആ മെയിൻ ഒരു സാധനം ഈ ഒരു സാധനം വരുന്നിടത്ത് കൊള്ളാം. ഇവര് ടൈറ്റിൽ ഇൻട്രോയിൽ വരെ വിജയിന്റെ ടൈറ്റിൽ കാർഡിൽ തന്നെ പുതിയത് മാറ്റി വെച്ചത് എന്തുകൊണ്ട് നന്നായി, പഴയ തലപതി എൻ്റെ കൊണ്ടുവന്ന് നന്നായി. ടൈറ്റിലും ഉഗ്ര ടൈറ്റിലും ലിയോന്റെ കണ്ടപ്പോൾ എന്താണോ തോന്നിയത് അതേപോലെ തന്നെ ഒരു സാധനം ഇവിടെയും അവര് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ ഈ ട്രെയിലർ കണ്ടപ്പോണ്ടാണ് ഇങ്ങനെ തോക്കിങ്ങനെ വളച്ചിരുന്ന് പല പഴയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറി വരണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു സെന്റ് ഓഫ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത്ര വലിയ സെന്റ് ഓഫ് ആയില്ല. അതുപോലെ പഴയ സിനിമകളുടെ ടൈറ്റിലിന്റെ മറ്റേ ടെക്സ്ചർ ഉണ്ടാവുമല്ലോ,
ആ എഴുത്തുണ്ടാവല്ലോ, ആ എഴുത്തിൽ വിജയിന്റെ പേര് അത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് തെറ്റാണ് അറിയാം. ഞാൻ എന്നാലും ആ ഒരു സാധനത്തിന്റെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചുമ്മാ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പഴയ സിനിമകളുടെയൊക്കെ ടൈറ്റിലിന്റെ ആ ഒരു ടെക്സ്ചറിലാണ് വിജയ് എഴുതി പോയി അവസാനം തലപതി വിജയായി പറഞ്ഞത്. ആ സംഭവങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഇതിന്റെ നടിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹയാണെങ്കിലും പിന്നെ അവരുടെ മീനാക്ഷിയ പുള്ളിക്കാരിയാണെങ്കിലും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫാമിലി ആ ഒരു ട്രാക്ക് കാണിക്കുന്ന താരം കുറച്ച് ലെങ്തി ആയി പോയി. ഒരു 10-25 മിനിറ്റോളം ഉള്ള സാധനമാണ്, അതൊന്ന് കുറയ്ക്കാമായിരുന്നു. കുറച്ച് ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ പിന്നെ പഴയ സംഭവങ്ങൾ ഒരു അവസാനം ഒരു സാധനം ഉണ്ട് എൻ്റെ പൊന്നളിയാ. അത് കണ്ടപ്പോ ശരിക്കും ഞാൻ ആരൊക്കെയോ പടത്തിലോട്ട് വന്ന് കയറുമെന്ന് വിചാരിച്ചു പോയി. അതെന്റെ തെറ്റാണ്. എന്നാലും അവസാനം ഒരു കിട്ടില്ല. ഇങ്ങനെ ഇടിച്ച് വന്നൊരു എന്താ വെച്ചാൽ ഇങ്ങനെ ഒടിഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇടിച്ച് വന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ടോട്ടലി പറയുമ്പോൾ വിജയ് കിട്ടില്ല. എല്ലാ കാലത്തെയും പോലെ വിജയ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വൺസ് എ തലപതി ഫാൻ, ഓൾവേസ് എ തലപതി ഫാൻ, തലപതി ഫോർ ലൈഫ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാത്ത പക്ഷം കണ്ടിരിക്കാവുന്ന ഒരു പടം. ഇപ്പം എന്താ പറയാ, ഡൈഹാർഡ് വിജയ് ആരാധകന്മാർ എന്തായാലും കൊണ്ടാടും. ഷുവർ ഷോട്ട് ഹിറ്റാണ് ഈ പടം, അത് ഉറപ്പാണ്. ബീസ്റ്റൊക്കെ ഹിറ്റ് അടിച്ചെങ്കിൽ ഇതിനടിക്കാം. ബീസ്റ്റിനേലും വാരിസിനേലും നമുക്കൊന്ന് എൻഗേജ് ആയിട്ട് ഇത് കാണാൻ പറ്റിയ ഒരു മൂവി ഇത് തന്നെയാണെന്ന് പറയാം. ചിലപ്പോൾ ബെറ്റർ ദാൻ വാരിസ്. ബട്ട് എനിക്കിപ്പോഴും ആ ഒരു ലിയോ കണ്ടിറങ്ങിയതിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അപ്പൊ കിട്ടിയ ഒരു ഹൈപ്പുണ്ട്, അത് ഇവിടെ കിട്ടിയിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയാണ്. ഇനി അടുത്ത പടം നമ്മുടെ എച്ച് വിനോദിന്റെ കയ്യിലാണ്. അമ്മാ തായേ ഒന്നും നല്ല രീതിക്ക് ഒന്ന് അങ്ങേരെ ഒന്ന് പറഞ്ഞു വിടണേ. നല്ല രീതിയിൽ പുള്ളി എന്തായാലും നിർത്താൻ പോവാണെന്നാണ് പറയണത്. നിർത്താതെ പോയി ഇടയ്ക്കൊക്കെ വന്ന് LCUവിലൊക്കെ എന്തായാലും ഇനി പുള്ളി വേണ്ടി വരും. എന്തായാലും ആ തുരിവ് പോലെ, തുരിവിന്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. വാലിബൈ അതല്ല, അതും ഇതൊന്നും അല്ല. നല്ല രീതിക്ക് എഴുതി, നല്ല രീതിക്ക് സംവിധാനം ചെയ്തു, നമുക്ക് നല്ല രീതിക്ക് ഒരു വിജയിനെ, റെഫറൻസ് ഇല്ലാത്തൊരു വിജയനെ എനിക്കിനി വേണ്ടത് അതാണ്. വിജയനെ ടോട്ടലി വേണമെങ്കിൽ വിട്ടോ, വിജയ് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ചത്തുപോയിട്ട് മഴയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കുഴപ്പമില്ല. പക്ഷെ ഇനി റെഫറൻസ് വേണ്ടടാ, മതിയായി. ഞാൻ പറയുമ്പോൾ ടൈറ്റിൽ കാർഡിലെ ആ തലപതിന്റെ ആ മാസ്റ്ററിലെ ബീജം വരെ ഒന്ന് എടുത്ത് മാറ്റിയാൽ അത്ര നന്നായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്.